23. Verse 23. I want you to hear this verse. We will continue this. No, no. ലണ്ടൻ കോയക്കളിൽ ആരിഫ് ഹുസൈനെ കോയമാർ പഞ്ഞിക്കിട്ടു എന്ന് പറയുന്നത് സാറിന്റെ നിരീക്ഷണം. നീ വീട്ടിൽ പോയി നോക്ക്, വെറുതെ നാട്ടുകാരെ കൈ മേടിക്കണ്ട. എന്നാ കൊണ്ടോടെ ഞാനത് ഫേസ്ബുക്കിൽ കണ്ടു. പിന്നെ ഇസ്ലാമിക മതസാഹിത്യത്തിൽ ഉള്ള എന്നാൽ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിലും അനുബന്ധ സദസ്സുകളിലും ഒക്കെ യാതൊരുവിധ എതിർപ്പോടും കൂടി ഇല്ലാതെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. അത് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞതാണ്, ഖുറാനിലല്ല ഉള്ളത്, മദ്ഹബുകളിലാണ്. ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. ഇപ്പൊ ആ സോഴ്സ് പറഞ്ഞത് തെറ്റിപ്പോയി. അത് മാത്രമല്ല, അത് ആ സ്ക്വയറിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ത്രെട്ടനിങ് ആയിട്ട് അഗ്രസീവ് ആയിട്ടാണ് ഈ ഇസ്ലാമിസ്റ്റുകളോട് വരുന്നത്. ഇത് വായിക്കേണ്ട കാര്യമില്ല, കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്. പല ക്രിസ്ത്യൻ അതേപോലെയുള്ളവർക്കൊക്കെ അവരെ ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ കിടക്കുന്നു. പിന്നെ ഒരാൾ സംസാരിക്കുന്നു, ചുറ്റും കൂടി നിന്ന് ആളുകൾ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നു. വാട്ട് ഈസ് ദിസ്? അതിനകത്ത് എന്താണ്? നിങ്ങൾ BJP കാരനാണോ? നിങ്ങൾ ബേബി കില്ലറിനെ അനുകൂലിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനെയാണോ ഡിബേറ്റ്, സംവാദം എന്ന് പറയുന്നത്? എന്നല്ല, ഇത് വെറും ഈ മതവെറിയിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള അഗ്രഷനാണ്. ഇവന് ഭ്രാന്ത് മാത്രമല്ല, വട്ടും കിറുക്കും എല്ലാം കൂടെ ഉണ്ട്. കഷ്ടല്ലേ? ഈ അഗ്രഷൻ കൊണ്ട് ആളുകളെ, വിമർശകരെ എല്ലാം നിശബ്ദരാക്കാനായിട്ടുള്ള ശ്രമമാണ്. ഇത് പല രീതിയിൽ പലയിടങ്ങളിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും സംഗതിയൊക്കെ ഉള്ളതാണ്. ആരിഫ് ഹുസൈൻ പറഞ്ഞാലൊന്നും ഒരു തെറ്റുമില്ല. ഞാൻ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഇതിന്റെ ആണെന്ന് കരുതിയാ മതി. സോഴ്സ് ഓക്കെ, ഖുറാനിലില്ല. ഖുറാനാണോ ഈ മതം റൺ ചെയ്യുന്ന തന്നെ ബേസിക്കലി ഹദീസ് വെച്ചാണ്. പിന്നെ ഖുറാനും ഒട്ടും ഭേദമല്ല, അതിനകത്തും ഉണ്ട് എന്ന് തന്നെ ഇന്ന് പല ആളുകളും ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്താ? അതുകൊണ്ട് അതിനകത്തൊന്നുമില്ല. പിന്നെ ഇസ്ലാമിസ്റ്റുകൾ ഇരവാദം, ഭീകരവാദം, ഭീകരവാദം എന്തായാലും തക്കിയ നുണ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അല്ല, അതൊരിക്കലും ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ നടന്നത് അതേപോലെ വസ്തുതാപരമായ എന്തെങ്കിലും ഇസ്ലാമിസ്റ്റുകൾ they are totally incapable of telling even what I say. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? A single piece of truth or fact. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മുനയുടെ മേൽ പടുത്തുയർത്തിരിക്കുന്ന സെറ്റപ്പ് അല്ല എന്ന് വെച്ചാൽ എനിക്കും വലിയ പിടിയില്ല. റിപ്പീറ്റ് മാത്രമാണ് ആരിഫ് ഹുസൈൻ ചെയ്തത്. വളരെ നന്നായി, 100ൽ 100 മാർക്ക്. കണ്ടിന്യൂ. എനിക്കത് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഇതൊക്കെ പറയും, ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഓ, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ ഇടപെട്ട ഒരു കേസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അട്ടഹാസം, അട്ടഹാസം, അന്തന്നല്ല, എന്തോ തേങ്ങ. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. നമ്മളിതൊന്നും അറിയുന്നില്ല.